ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന ഒരു നാടൻ പുളിശ്ശേരിയാണ് കേട്ടോ. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പുളിശ്ശേരിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല രുചികരമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. അതിനുവേണ്ടി ആദ്യം ഒരു കൈപ്പിടി തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം എടുക്കാം. പിന്നെ 3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു 10 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, എരിവിന് വേണ്ടിയല്ല. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും അതേപോലെ ചുവന്നുള്ളിയും ജീരകവും കൂടെ അരച്ച അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ അതായത് തേങ്ങയുടെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. ഒരു 2 തിള തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അത് കുറിയ പരുവത്തിലായിപ്പോവും. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് 1-2 തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ തിള നിന്നതിന് ശേഷം മാത്രം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാധാ ചട്ടിയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ തന്നെ അപ്പം തന്നെ തിള നിൽക്കും. അപ്പോൾ തിളയെല്ലാം നിന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് അടിച്ച് വെച്ചിരിക്കും തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് കേട്ടോ. തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.